ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള പടവലങ്ങ വെച്ചുള്ള ഒരു ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് ധാരാളം പച്ചക്കറികളെല്ലാം നമ്മൾ വീടുകളിൽ വാങ്ങി സ്റ്റോർ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്തായാലും പടവലങ്ങ ഉണ്ടായിരിക്കും. അപ്പോൾ പടവലങ്ങ വെച്ച് നിങ്ങളിതുപോലെ ഒരു ഫ്രൈ തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ പടവലങ്ങയുടെ പുറത്തുള്ള ആ നേരിയ കനം കുറഞ്ഞ തൊലിയെല്ലാം നമുക്ക് ചെറുതായിട്ട് ചുരണ്ടി കളഞ്ഞ് നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ്, വലിയ കനമില്ലാതെ ഈ ഒരു വലുപ്പത്തിലാണ് പടവലങ്ങ മുറിച്ചെടുത്തിട്ടുള്ളത്. ഈ കടായി ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുകിൻ്റെ കൂടെ തന്നെ ഞാൻ ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി രണ്ടും കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 വെളുത്തുള്ളി അല്ലി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കൊണ്ടുവരണം. ഫ്ലെയിം താഴ്ത്തി വെച്ച് വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതോടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട, എല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വഴന്ന് വരുമ്പോൾ ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ആ പടവലങ്ങ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പടവലങ്ങ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഈ പടവലങ്ങ കഷ്ണങ്ങളെ നമുക്ക് വേവിച്ചെടുക്കാൻ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു 3-4 മിനിറ്റ് മാത്രം ഇതൊന്ന് മൂടി വെച്ച് ഇത് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ 1-2 പ്രാവശ്യമെല്ലാം മൂടി തുറന്ന് അത് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റിന് കൊണ്ട് തന്നെ നല്ലപോലെ ആവി കയറി ഇവിടെ പടവലങ്ങ വെന്ത് വന്നു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയുമാണ് എരിവിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരം കൂടെ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. ഫ്ലെയിമും മീഡിയത്തിൽ നിന്ന് താഴോട്ട് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് തന്നെ പടവലങ്ങ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇപ്പം പടവലങ്ങ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു പടവലങ്ങ മസാല അവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചോറെല്ലാം ഉണ്ടാക്കുന്ന മട്ട അരി ഉണ്ടല്ലോ, അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു കടായിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നൈസ് പൊടിയാക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ആ പൊടി കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് വെതറി കൊടുത്താൽ ഈ റോസ്റ്റിന് ഒരു ക്രഞ്ചിനെസ് കിട്ടും. പടവലങ്ങ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ അരിയുടെ പൊടിയും കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. മാത്രമല്ല നമുക്കിങ്ങനെ ഇടയ്ക്ക് കടിക്കാനും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിച്ച ഈ പടവലങ്ങ റോസ്റ്റ്, അല്ലെങ്കിൽ പടവലങ്ങ ഫ്രൈ എന്നും പറയാം. അപ്പോൾ പടവലങ്ങ വീട്ടിലുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് മേടിച്ച് നിങ്ങൾ ഇതുപോലെയൊരു റെസിപ്പി എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ രുചികരമാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്ക് കഴിക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.